എല്ലാവർക്കും നമസ്കാരം. സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2 പുതിയ നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ആ 2 റിക്രൂട്ട്മെന്റുകളെയും പൂർണ്ണമായിട്ട് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ സൗത്ത് ഈസ്റ്റേൺ കോൺഫിൽറ്റ് ആണ്. ഇവിടെ ഏകദേശം 1600-ൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പോസ്റ്റുകളും ഒഴിവുകളും നോക്കാം. ആദ്യത്തേത് മൈനിങ് സർദാർ ആണ്, ഗ്രേഡ് സി ആണ്. അതിൽ 577 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇനി സർവേയർ ആണ്, ഇതിൽ 43 ഒഴിവുകളും. അസിസ്റ്റന്റ് ഫോർമാൻ ഇലക്ട്രിക്കലില് ഗ്രേഡ് സി ആണ്, അതിൽ 435 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇനി ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത നോക്കാം. മൈനിങ് സർദാർ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൂടാതെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ആവശ്യമാണ്. ഇനി സർവേയറിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. ഇതുകൂടാതെ സർവേയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇനി അസിസ്റ്റന്റ് ഫോർമാൻ ആണ്, 10ാം ക്ലാസ് അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഉയർന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി പ്രായപരിധി നോക്കാം. ഏജ് ലിമിറ്റ് വരുന്നത് കുറഞ്ഞ പ്രായം 18 വയസ്സും പരമാവധി 30 വയസ്സാണ്. ഇതുകൂടാതെ OBCക്ക് 31 വയസ്സ് വരെ ഏജ് റിലാക്സേഷനും SC/STക്ക് 35 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി റിക്രൂട്ട്മെന്റിന്റെ അപേക്ഷ തീയതികൾ നോക്കാം. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 15 ഏപ്രിൽ 2026 ആണ്. അവസാന തീയതി വരുന്നത് 2026 മെയ് 14-ാം തീയതിയാണ്. അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോർത്തേൺ കോൺഫീൽഡിൽ വന്നിരിക്കുന്ന വലിയ റിക്രൂട്ട്മെന്റ് ആണ്. ഇതിൽ മൊത്തം 2000-ൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റർ പോസ്റ്റുകളാണ്. ഡംബർ ഓപ്പറേറ്റർ ട്രെയിനി 308 ഒഴിവുകളും, ഗ്രേഡർ ഓപ്പറേറ്റർ 34 ഒഴിവുകൾ, ഡോസർ ഓപ്പറേറ്റർ 52 ഒഴിവുകൾ, ക്രെയിൻ ഓപ്പറേറ്റർ 17 ഒഴിവുകൾ, പേലോഡർ ഓപ്പറേറ്റർ 18 ഒഴിവുകൾ, സർഫേസ് മൈനർ ഓപ്പറേറ്റർ 41 ഒഴിവുകൾ, മൊത്തം 472 ഒഴിവുകൾ. ഇനി അടുത്തത് മെഡിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ പോസ്റ്റുകളാണ്. അതിൽ സ്റ്റാഫ് നഴ്സ് 47 ഒഴിവുകൾ, ഫാർമസിസ്റ്റ് 4 ഒഴിവുകൾ, ടെക്നീഷ്യൻ പാത്തോളജി ആണ്, അതിൽ 12 ഒഴിവുകൾ, ടെക്നീഷ്യൻ ദന്തൽ 2 ഒഴിവുകൾ, ഫിസിയോതെറാപ്പിസ്റ്റ് 4 ഒഴിവുകൾ, ടെക്നീഷ്യൻ ഒപ്റ്റോമെട്രി 1 ഒഴിവും, ടെക്നീഷ്യൻ റേഡിയോഗ്രാഫർ 3 ഒഴിവുകൾ, ജൂനിയർ ടെക്നീഷ്യൻ ECGക്ക് 2 ഒഴിവുകൾ. ഇങ്ങനെ ആകെ മൊത്തം 75 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇനി മറ്റു പോസ്റ്റുകൾ ഓവർസിയർ സിവിൽ ആണ്, അതിൽ 30 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ട യോഗ്യത വിശദമായിട്ട് നോക്കാം. ഓപ്പറേറ്റർ പോസ്റ്റിനാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ആണ്. കൂടാതെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. ഇനി സ്റ്റാഫ് നഴ്സിനാണെങ്കിൽ BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM ഡിപ്ലോമ ആവശ്യമാണ്. ഇനി ഫാർമസിസ്റ്റിന് +2 സയൻസ് പ്ലസ് ഫാർമസി ഡിപ്ലോമ ആവശ്യമാണ്. ഇനി ടെക്നീഷ്യൻ പോസ്റ്റിനാണെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ ഡിപ്ലോമയാണ് ആവശ്യം. ECG ടെക്നീഷ്യൻ ആണെങ്കിൽ +2 2 വർഷത്തെ ECG കോഴ്സും കൂടെ ആവശ്യമാണ്. ഓവർസിയർ സിവിലിന്റെ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, അത് 3 വർഷത്തെ ഡിപ്ലോമയാണ് ആവശ്യമായത്. ഇനി ശമ്പള സ്കെയിൽ നോക്കാം. അടിസ്ഥാന ശമ്പളം ഏകദേശം 43,000-ൽ കൂടുതൽ മുതലാണ് ആരംഭിക്കുന്നത്. മറ്റ് അലവൻസുകളും ലഭിക്കുന്നതാണ്. ഇനി ഇതിന് വേണ്ട പ്രായപരിധി നോക്കാം. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. OBCക്ക് 31 വയസ്സ് ഏജ് റിലാക്സേഷനും SC/STക്ക് 35 വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി ഈ പോസ്റ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപേക്ഷ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. വിശദമായ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. 2 പ്രധാന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന മികച്ച അവസരങ്ങളാണിവ. 10ാം ക്ലാസ് മുതൽ ഡിപ്ലോമ, ഡിഗ്രി വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന നിരവധി പോസ്റ്റുകൾ ഇതിൽ ഉൾപ്പെടുന്നു. താല്പര്യമുള്ളവർ അവസാന തീയതി കഴിയുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാം. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാൻ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.